നമസ്കാരം. ഇടുക്കി ജില്ലാ ശുചിത്വ മിഷനും മറയൂർ പഞ്ചായത്തും സംയുക്തമായി മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജോമോൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. കഴിയുന്നില്ല. നമ്മളുടെ വീട് നമുക്ക് 5 സെന്റ് 10 സെന്റ് ഉള്ള ഹോം സ്റ്റേക്ക് നിരന്തരം കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പരമാവധി റിസോർട്ടിന്റെ ഉടമസ്ഥരും അതിന്റെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നുള്ള മുൻകൈ എടുത്ത് ഈ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കുന്നത്. നമ്മൾ പഞ്ചായത്ത് ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഡംപ് ചെയ്യുന്ന സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സ്ഥലത്തിന് വേണ്ടി 1 കോടി രൂപ പഞ്ചായത്ത് ലോണും 5 ലക്ഷം പ്രവർത്തനം വെച്ച് നമ്മൾ സ്ഥലത്തിൽ അപേക്ഷിക്കുമ്പോൾ ഒരു സെന്റിന് 1.5 ലക്ഷം രൂപയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സെന്റ് സ്ഥലം മേടിക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. അതിന്റെ അനുസരിച്ച് നമുക്ക് ആ സ്ഥലത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരാറിന് 6000 രൂപയാണ്. ഒരു 6 രൂപ 2.5 സെന്റിന് 6000 രൂപയാണ് വാല്യൂ. അതിന്റെ 3 ഇരട്ടിയുള്ളത് 18000 രൂപ. ഒരു കാരണവശാലും വില കൊടുത്ത് വാങ്ങൽ എന്നുള്ളത് പഞ്ചായത്തിന് പ്രായോഗികമല്ലത് ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് തന്നെ നിലം വാങ്ങാൻ കഴിയുന്നില്ല. പഞ്ചായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉപയോഗിക്കുന്ന നിലമാണ്. മറയൂരിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 90% ഈ പ്രദേശത്ത് ഉപയോഗിക്കുന്ന നിലം മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പുരയിടുള്ളൂ. പുരയിടത്തിന്റെ വിലയിൽ നമുക്ക് എന്നിരുന്നാൽ പോലും റവന്യൂ സ്ഥലം കിട്ടാനുള്ള റവന്യൂ സ്ഥലം നമ്മുടെ ഈ പ്രദേശത്തൊന്നും തന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് കൂടി ആലോചിക്കുന്നത് നമുക്ക് 70% ഹോം സ്റ്റേകളും ലോഡ്ജുകളുമാണ് നിലവിലെ നമ്മുടെ ഹരിതകർമ്മ സെന്റർ ലിസ്റ്റിലുള്ളത്. ഇനി ചിലപ്പോൾ 10 കൂടാം. അവരുടെ ഒരു യോഗം ഫെബ്രുവരി മാസം 15-ാം തീയതി മുമ്പ് മുഴുവൻ പേരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നമുക്ക് അവർക്ക് ലൈസൻസ് എടുക്കുന്നതിന്റെയും ചിലപ്പോൾ നിലത്തിൽ പണിത് വെച്ചിരിക്കുന്ന ഒരാൾക്ക് പഞ്ചായത്ത് നമ്പർ പോലും ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ഒരിക്കലും നിയമപരമാക്കാൻ പറ്റുമെന്ന് പറ്റത്തില്ല. നമ്പറുള്ള കെട്ടിടങ്ങൾക്ക് ഹോം സ്റ്റേയോ ഏതെങ്കിലും കാര്യത്തിൽ തരാൻ കഴിയുമെന്ന് കൂടി. അപ്പൊ അതിന് സെക്രട്ടറി അഖിൽ PM അധ്യക്ഷത വഹിച്ചു. കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെ വേസ്റ്റ് കൈകാര്യം ചെയ്യണമെന്ന്, ബയോ വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള സാറ് കൃത്യമായിട്ട് പറഞ്ഞാണ്. എനിക്കൊരു 2-3 കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഞാൻ ഇതിലിരിക്കുന്ന കുറച്ചുപേരൊക്കെ എനിക്ക് നേരിട്ട് അറിയാം. നമ്മൾ പലപ്പോഴായി ഇൻസ്പെക്ഷൻ വരുന്ന സമയത്തൊക്കെ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇടുക്കി ജില്ലാ ശുചിത്വ മിഷനിൽ നിന്നും എത്തിയ ബിജുകുമാർ ക്ലാസ് നയിച്ചു. വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയവർ ചർച്ചയിൽ പങ്കാളികളായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഹരിതകർമ്മസേന പ്രവർത്തകരുടെ സേവനം സ്ഥാപന നടത്തിപ്പുകാർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സെക്രട്ടറി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് നടത്തിവരുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സ്ഥാപനങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.